മനസ്സെന്ന് പറഞ്ഞ ഒരു ലോകമാണ്. മനസ്സിനുള്ളിൽ ഒരു രാജ്യം തന്നെ നമുക്ക് സൃഷ്ടിക്കാം. മനസ്സിൽ അമേരിക്ക ചിന്തിച്ചാൽ അമേരിക്ക മൊത്തം കാണൂലേ, അല്ലെങ്കിൽ ദുബായ് ചിന്തിച്ചാൽ ദുബായ് മൊത്തം കാണൂലേ. അപ്പോൾ മനസ്സൊരു വലിയ ലോകമാണ്. മനസ്സിലുള്ള വികാരമാണ് പുറത്തുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലുള്ള ആഗ്രഹത്തിനനുസരിച്ചാണ് ശരീരം വഴങ്ങുന്നത്. ഒരാളെ സ്നേഹിക്കണമെന്ന് മനസ്സ് പിടികൂടിയാൽ ആ സ്നേഹത്തിന് വേണ്ടി ശരീരം എന്തും ചെയ്യും. ഒരു സാധനത്തിനെ പേടിക്കുകയാണെങ്കിൽ ആ പേടിക്കുന്ന സാധനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ ശരീരം എന്തും ചെയ്യും. ഒരു മടിയനായ മനുഷ്യൻ അവനൊരു പണിയെടുക്കൂല, ഒന്ന് എഴുന്നേൽക്കുന്ന എണീക്കുക പോലും അങ്ങനത്തെ ഒരു മടിയൻ. ആ മടിയന് മുമ്പിൽ ഒരു പേപ്പട്ടി വന്നാൽ അവൻ എണീറ്റ് ഓടൂലേ. കാരണം അവൻ പേപ്പട്ടിയോടുള്ള പേടി കൊണ്ടാണ് അവന്റെ ശരീരം ഓടുന്നത്. ഓട്ടം കണ്ട ആ പട്ടി പോലും അത്ഭുതപ്പെട്ടു, എന്നെക്കാളും എന്ത് സ്പീഡിലാണ് അവൻ ഓടുന്നത്. കാരണം അത്രയും പേടിയിലാണ് ആ മനുഷ്യൻ ഓടുന്നത്. അതുപോലെ സ്നേഹം, ഏതൊരു ഭൗതിക സ്നേഹത്തെ നോക്കി ഒരു ഹറാമായ പ്രേമത്തിന്റെ പേരിൽ ഒരു പെണ്ണ് ഒരാണെ സ്നേഹിച്ചാൽ അവളെല്ലാം വിട്ടെറിഞ്ഞ് അവനിലേക്ക് ഓടിക്കളയുന്നു. അവളെ ഉപ്പ വേണ്ട, അവളെ ഉമ്മ വേണ്ട, അവളെ സൗകര്യങ്ങൾ വേണ്ട, സുഖങ്ങൾ വേണ്ട. അവൻ എവിടെയാണോ അവിടെയാണ് അവൾക്ക് ഇഷ്ടം. അവനും അങ്ങനെ തന്നെ. ഭൗതിക പ്രേമം പോലും മനസ്സിന്റെ വികാരമാണ്. ഇപ്പൊ മനസ്സ് അങ്ങനെയാണ്. മനസ്സ് നമ്മളെ കൺട്രോളിലാണ്. അപ്പൊ നന്നാവാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് അതൊരു ലെയിം എക്സ്ക്യൂസാണ്. നമുക്ക് വിചാരിച്ചാൽ നമ്മുടെ മനസ്സിനെ നന്നാക്കാനും പറ്റും, പൊട്ടാക്കാനും പറ്റും. ഇതേ സ്നേഹം പേടി നമ്മൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിൽ ദൃഢമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നാവാൻ പറ്റും. ഈ സ്നേഹം പേടിയും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നന്നാവാൻ പറ്റാത്തത്. മനസ്സിനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടില്ല. അതാ കാരണം. മനസ്സിനെ പാകപ്പെടുത്തണം അള്ളാഹുവിനെ സ്നേഹിക്കാൻ. കാണാത്ത അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കുക? നമ്മളെ ചുറ്റും നോക്കുക. നമ്മളാരാ പഠിച്ചത്? മറ്റുള്ളതിനെ ആരാ പഠിച്ചത്? ഇടയ്ക്ക് മലകളെ നോക്കുക, ആകാശങ്ങളെ നോക്കുക, എല്ലാത്തിനും നോക്കുക. രോഗികളെ പോയി കാണുക, അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന്റെ വില മനസ്സിലാവും. മരിച്ചവരെ പോയി കാണുക, നമ്മുടെ ജീവന്റെ വില മനസ്സിലാവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അള്ളാഹിനെ കുറിച്ച് സ്നേഹം തോന്നും. അപ്പൊ പറഞ്ഞ പോലെ കണ്ണിന് നമുക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. കണ്ണുള്ളത് പോലും നമുക്ക് അറിയുന്നില്ല. കണ്ണിന് വില കൊടുക്കുന്നത് കാഴ്ച മങ്ങുമ്പോഴാണ്. കണ്ണാടി നോക്കിയിട്ട് അൽഹംദുലില്ലാ കണ്ണുണ്ടായിട്ട് എന്തെല്ലാം കാണാൻ പറ്റി. അപ്പോ ആ തന്നവനെ ഓർക്കും. മൂല്യമായ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാല് ആ ഗിഫ്റ്റിന്റെ അടുക്ക് നോക്കുമ്പോൾ തന്നവനാണ് ആദ്യം ഓർക്കുക. ഗിഫ്റ്റിനേക്കാളും കൂടുതൽ ചിന്തകര ആ തന്നവനാണ്. ഒരു പെയിന്റിങ്ങിലേക്ക് നോക്കുമ്പോൾ പെയിന്റിനെ വർണ്ണിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പെയിന്ററെ കുറിച്ച് അഭിനന്ദിക്കും. ഇവിടെ മൊത്തം പെയിന്റ് ചെയ്തത് ആരാ? അല്ലാഹുവല്ലേ. നമ്മുടെ ശരീരം മൊത്തം പെയിന്റ് ചെയ്തത് ആരാ? നമ്മുടെ മൂക്ക്, കണ്ണ്, ഓരോ അവയവങ്ങൾ അതിന്റെ സ്ഥാനത്തിനെ വെച്ചു. അതിനൊരു പോറൽ പോലും ഏൽക്കാതെ. അപ്പൊ അള്ളാഹു ഈ കണ്ണ് നൽകി നമ്മൾ ഇങ്ങോട്ട് അയച്ചത് അവൻ ഇഷ്ടപ്പെട്ടത് കണ്ട് അവനിലേക്ക് അടുക്കാനാണ്. പക്ഷെ നമ്മൾ ഈ കണ്ണുകൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്തതൊക്കെ കണ്ടുകൊണ്ട് നടക്കുക. അപ്പൊ ഈ കണ്ണിന്റെ കാഴ്ച പോകുമ്പോൾ നമ്മളുള്ള സ്വത്വം വെക്കാൻ റെഡിയാ, കാഴ്ച ഒന്ന് തിരിച്ചിട്ടാ. കാരണം മരണം വരെ ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റൂല. നമ്മൾ ആരുടെയും ഭാരമാവാൻ നമുക്ക് ഇഷ്ടമല്ലല്ലോ. മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അള്ളാഹു അത്തരം സാഹചര്യം തൊട്ട് നമ്മളെല്ലാവരും കാക്കട്ടെ. ഇങ്ങനെ ഓരോന്ന് നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള അതിയായ സ്നേഹം ഉണ്ടാവും. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. അപ്പം തെറ്റ് ചെയ്യുമ്പോൾ കണ്ണുകൊണ്ടൊരു ശിക്ഷ ചെയ്ത് അന്നനെ കണ്ണെടുത്ത് കളയുന്ന ഒരു ശിക്ഷയാണ് അള്ളാഹുടെ നടപ്പാക്കിയെങ്കിൽ എത്ര പേർക്ക് ഈ ലോകത്ത് കണ്ണുണ്ടാവും. പക്ഷെ അതൊന്നും അള്ളാഹ് ചെയ്യുന്നില്ല. അള്ളാഹു മരണം വരെ നമുക്ക് തോബയുടെ വാതിൽ തുറന്നതാണ്. തോബ ചെയ്യ്, നീ മടങ്ങിയോ. ആ കണ്ണുകൊണ്ടൊന്ന് കണ്ണുനീര് വീണാൽ ആ കണ്ണിന്റെ എല്ലാ തിന്മയും അള്ളാഹു മാറ്റും. പക്ഷെ നമുക്ക് അതിനൊന്നും നേരെയില്ല. കാരണം നമ്മളെ മനസ്സ് അള്ളാഹിനെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല. നമ്മളെ മനസ്സ് അള്ളാഹിനെ പേടിക്കാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മളെ മനസ്സിന് ആ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ മറ്റുള്ളതിനെ ഭൗതിക കാര്യങ്ങൾക്ക് മനസ്സിന് വികാരം ഉണ്ടാക്കുന്നത് പോലെ അള്ളാഹിനോടുള്ളൊരു വികാരം ഉണ്ടാക്കിയെടുക്കണം. സ്നേഹം എന്ന വികാരം, പേടി എന്ന വികാരം, അദബ് എന്ന വികാരം. അപ്പൊ നമുക്ക് നന്നാവാൻ സാധിക്കും. പാപ്പാക്ക് ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവരെ മുമ്പ് നമ്മൾ ചെയ്യും. നിങ്ങൾ പുറത്തുനിന്ന് ചെയ്ത് ഉമ്മ പറഞ്ഞ മോനെ ഇനി ചെയ്യരുതേ, പിന്നെ എന്റെ പിടുത്തം കിട്ടൂലേ എന്നാലും പറയും. ഉമ്മ ഇല്ലാത്ത സമയം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഉമ്മാനെ ഓർക്കും. ഉമ്മ അങ്ങനെ പറഞ്ഞല്ലേ, വേണ്ട ഒഴിവാക്ക അല്ലേ. ഉമ്മ പറയും നീ ആ ചെങ്ങാനപ്പുറം കൂടല്ലോ, ഓൻ്റെ അടുത്ത് പോയാൽ നീ വെറുക്കാവും. പോകുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറയില്ല എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമല്ല എന്നോട് ഒഴിവാക്കും. ഉമ്മയുടെ സ്നേഹത്തിന് നമ്മൾ വില കൊടുക്കുന്നു. അള്ളാഹ് എത്ര കാര്യം പറഞ്ഞു മോനെ ചെയ്യല്ലേ. പക്ഷെ നമ്മളെന്തെല്ലാം ചെയ്യുന്നു. അന്നേരം അള്ളാഹിനെ ഓർക്കുന്നില്ല. എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ. അത് ഉമ്മ കാണുന്നില്ല. ഉമ്മയുടെ കളവെങ്കിലും പറയും. പക്ഷെ ഇത് അള്ളാഹ് കാണുന്നുണ്ടല്ലോ, കൂടെ തന്നെ ഉണ്ടല്ലോ. കണ്ടിട്ടും നമ്മള് അവൻ കാണാത്ത രീതിയിൽ ജീവിക്കുന്നത് എത്ര വെഡിത്താണല്ലേ. ഇങ്ങനെ
ഓരോന്നും ചിന്തിച്ച് നമ്മൾ മനസ്സിനെ ആ വികാരത്തിൽ എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നന്നാവാനുള്ള വെളിച്ചം തുറന്നു തരാം.